എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:1 എടുക്കുന്നത്. ഇംഗ്ലീഷിൽ എഫേഷ്യൻസ് 2:1. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അത് മാത്രം എടുക്കാം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കടന്നു വരുന്നത്. കർത്താവ് ആത്മാവിൽ അനേകം മക്കൾക്ക് വെളിച്ചം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുക. നമ്മുടെ അടുത്ത തലമുറകളെ ഊടാടി നടക്കുന്ന സ്പിരിറ്റ് എന്ന് പറയുന്നത്, അതായത് വേവറിങ് സ്പിരിറ്റ്, വോണ്ടറിങ് സ്പിരിറ്റ് എന്ന് പറയും. വെള്ളമില്ലാതെ വെള്ളം അന്വേഷിച്ച് നടക്കുകയാണ് ജഡത്തിൽ. അത് നിർത്തിയിരിക്കുന്നത് വരച്ച് ഞാൻ വെട്ടിമാറ്റിയിരിക്കുക. എന്നിട്ട് പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ നമ്മൾ മരിച്ചവരാണെന്ന് വേദപുസ്തകം വ്യക്തമായിട്ടും പറയുന്നില്ലേ? അതിക്രമങ്ങളാലും പാപങ്ങളാലും എന്തുകൊണ്ടാണ് മരിച്ചതെന്നറിയാമോ? പ്രായം ചെന്ന് മരിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അതിക്രമങ്ങൾ, ഇനിക്വിറ്റീസ്, പിന്നെ പാപങ്ങൾ, സിന്ന്, അതുമൂലം നമ്മൾ ഈ മരിച്ചവരെ നമുക്കൊരിക്കലും ജീവിപ്പിക്കാനൊക്കത്തില്ല. അവരെ ജീവിപ്പിക്കണം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്നെ വരണം. ഈ ഒരു വാക്യം എന്നെ ഈ ഒരു വർഷത്തിൽ ഏറ്റവും അധികം ടച്ച് ചെയ്തൊരു വാക്യമാണ്. ഇതെൻ്റെ ഹൃദയത്തിൽ നല്ല പലകയിൽ എഴുതുന്ന പോലെ എഴുതിയിരിക്കുകയാണ്. ഞാനിത് തന്നെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ ഒരൊറ്റ അധ്യായം, 2-ാം അധ്യായത്തിൻ്റെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2:1-10 വരെയുള്ള വാക്യം ഇങ്ങനെ ഞാൻ വായിച്ചുകൊണ്ട് തന്നെ വായിക്കും തോറും ഞാൻ പറയും, കർത്താവേ എനിക്ക് മനസ്സിലാകുന്നില്ല, കാരണം ദിസ് ഇസ് ഡീപ്പ് അതിനകത്തോട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ചില സത്യങ്ങൾ ദൈവം പറഞ്ഞു തരികയാണ്. അതിക്രമത്തിനും പാപത്തിനും നമ്മളെല്ലാവരും മരിച്ചു കിടക്കുകയാണ്. മരിച്ച ശവം എഴുന്നേറ്റ് നടന്ന് എങ്ങനെയിരിക്കും? നമുക്ക് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമോ? എന്നിട്ട് ഞാൻ 2 ഇൻസിഡൻസ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ കൊട്ടാരക്കരയായിരുന്നപ്പോൾ പ്രാർത്ഥന നടത്തുമ്പോൾ അവിടെ ഒരു കൊച്ചു വരും. നല്ലൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് നല്ല പ്രാർത്ഥനാ കൃപയും ആഗ്രഹമുള്ള കൊച്ചു. അപ്പോൾ ആ കൊച്ചു അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ 2 ആമക്കളാണ് അവർക്കുള്ളത്. അപ്പോൾ അവരെന്നോട് എപ്പോഴും പറയും, എൻ്റെ മോന് അപ്പുറത്ത് തലയില്ലാത്ത ആളുകൾ നടക്കുന്നത് എപ്പോഴും കാണുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമുക്കത് കേൾക്കുമ്പോൾ തലയില്ലാത്തതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങളെവിടെ? ഞാൻ ഞങ്ങൾ അമ്പലത്തിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ സൈഡിൽ വരുന്ന സ്പിരിറ്റിന് നമുക്ക് ശാസിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ അവിടെ പിന്നെ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ബന്ധന കൊച്ചനത് കാണാറില്ല അധികം. ഞാൻ പറയാം, അത് അധികം ആ സൈഡിലോട്ട് നോക്കുകയും വേണ്ട. ഞങ്ങളത് ബ്ലോക്ക് ചെയ്തു ആത്മാവിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു പ്രാവശ്യം കണ്ടത് വർക്കല ഒരു ടൂറിസ്റ്റ് സെൻ്ററും കൂടെയാണ് ഇപ്പം. അപ്പോൾ അവിടെ ഒരു പ്രാവശ്യം നമ്മുടെ മക്കൾ പോകുന്നെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പം വർക്കല ബീച്ച് മുഴുവനും തലയില്ലാത്ത ആളുകൾ നടക്കുകയാണ്. അവിടെ ഞാൻ വിചാരിച്ചു, അതെന്താ കർത്താവെ കാണിക്കുന്ന വർക്കല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവനുള്ള നമ്മൾ വിശ്വാസികൾ നമ്മളായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിരിക്കാം. ഈ തലയില്ലാത്ത ദുഷ്ടശക്തികൾ, അതിന് സ്പിരിച്വലമാണ്. അവരാരിൽ കയറണമെന്നും പറഞ്ഞ് നടക്കുകയാണ്. ആരിലും കയറും. മനസ്സിലാക്കണം. നമ്മളിൽ വാക്വമാണെങ്കിൽ, ഒരു വാക്വമായിട്ട് നമുക്ക് ജീവിക്കാനൊക്കെ ഒന്നിൽ പരിശുദ്ധാത്മാവ് തരണം, അല്ലെങ്കിൽ ദുഷ്ടാത്മാവ്, 2-1. മനസ്സിലാക്കണേ. ഒന്നിൽ ദൈവാത്മാവ് അല്ലെങ്കിൽ ദുരാത്മാവ്. അപ്പോൾ ഈ തലയില്ലാതെ നടക്കുന്ന നമ്മൾ വരത്തില്ലേ? യേശു ക്രിസ്തു പറയുന്നുണ്ടല്ലോ, പിശാചിനെ അടിച്ചിറക്കി കഴിയുമ്പോൾ വെള്ളമില്ലാതെ വരണ്ട് നടക്കുന്നത്, ആരെങ്കിലും ജീവനുള്ളിടത്ത് വെള്ളം ഉണ്ടോ എന്ന് അന്വേഷിച്ചിടന്ന് വെച്ചാൽ അവൻ പോയി ഇറക്കി വിട്ടെടുത്ത് തിരിച്ച് കയറി വന്നിട്ട് അവൻ തന്നെയല്ല വേറെ 7 കൂടെ കൊണ്ടുവന്നിട്ട് പിന്നത്തെ സിറ്റുവേഷൻ ആദ്യത്തേലും ദുരിതമാണ്. എന്താ യേശു പറഞ്ഞാണ്, സത്യമല്ലേ പറഞ്ഞത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാണാത്ത ഒരു ആത്മീയ ഗോളത്തിൽ നിന്ന് നോക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് സ്പിരിറ്റ് റലം നമുക്ക് കാണുന്നില്ല. ഈ ആത്മീയ കണ്ണ് നമ്മുടെ അടഞ്ഞിരിക്കുന്നതിനാൽ എങ്ങനെ പിന്നെ ഈ ആത്മീയ യുദ്ധത്തിന് ജഡത്തിൻ്റെ ശക്തി കൊണ്ട് ജയിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ചെറുപ്പക്കാർക്ക് ഈ ആത്മീയ കുളത്തിൽ ജയമെടുക്കാനൊക്കത്തില്ല. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ദാറ്റ് സ്പിരിച്വൽ വിസ്ഡം, അല്ലെങ്കിൽ മെച്യൂരിറ്റി ഇല്ല, പ്രാപ്തി കുറവാണ്. അതുകൊണ്ട് ഈ വചനം പറയുന്നത് അതിക്രമങ്ങളാലും നമ്മൾ സമ്മതിക്കേ, നമ്മളങ്ങ് വിനയപ്പെടുക, കർത്താവേ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു പോയിരുന്നു, എന്നാൽ നിൻ്റെ പരിശുദ്ധ രക്തത്താൽ, പുത്രൻ്റെ രക്തത്താൽ ഞങ്ങളെ ഉയർപ്പിച്ച ദൈവം നമ്മുടെ അടുത്ത തലമുറയെ നീ ഉയർപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ വചനം വെച്ച് തിരിച്ചു പറയുമ്പോഴുണ്ടല്ലോ, വചനം കൺഫസ് ചെയ്യാണ്. വചനത്തിന് ജീവനുണ്ട്. വചനം തിരിച്ചു പറയുമ്പോൾ ദൈവത്തിന് നോ പറയാനൊക്കത്തില്ല. സിമ്പിളായിട്ടൊരു മോളോട് അപ്പൻ പറയും, വൈകിട്ട് 4 മണിക്ക് ഞാൻ പാർക്കിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. 3:30 ആകുമ്പോൾ ഡാഡി ജോലിയല്ല, അയാൾ 4 മണിയായപ്പോൾ വന്നു. ക്ഷീണിച്ചാലും മോളിവിടെ ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ് 4 മണിക്ക് പാർക്കിൽ പോകാനായിട്ട്. എത്ര ക്ഷീണമെന്ന് പറഞ്ഞാൽ അപ്പൻ കൊച്ചിനെ കൊണ്ട് പാർക്കിൽ നടക്കാൻ പോകും. കാരണം എന്താ? വാക്ക് കൊടുത്ത്.
ആ വാക്കിലാണ് ബലം ഇരിക്കുന്നത്. വാക്ക് പറഞ്ഞാൽ വാക്ക് ചെയ്യുന്നു. ആ വാക്ക് പറഞ്ഞവൻ മാറാത്തവൻ പറയുകയാണ്, നീ അതിക്രമത്തിലും പാപത്തിലും മരിച്ചവനായി നിന്നെ ഞാൻ ഉയർപ്പിച്ചു എൻ്റെ മകനെ കൊണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യം പറയുന്നത്, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനെയും അനുസരണക്കേടിൻ്റെ മക്കളിൽ എപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായിരിക്കുന്നവനെ അനുസരിച്ച് നടന്നു. മനസ്സിലാവും. അപ്പോൾ ആദ്യം എന്താണ്, നമ്മൾ അവയിൽ ഈ ദുഷ്ടശക്തികൾ, ഈ പാപം ചെയ്യിപ്പിക്കുന്നത്, ഇനിക്വിറ്റി ചെയ്യിപ്പിക്കുന്നത്, ദൈവത്തിന് വിപരീതമായി നടക്കുന്ന ആ ദുഷ്ടശക്തികൾ നമ്മളെ ഭരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ കാലവും ഗതിയും നോക്കും. കാലഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ കാലഗതി നോക്കുന്ന പറഞ്ഞാൽ നമുക്കറിയാം, സമ്മർ, വിൻ്റർ, അല്ലെങ്കിൽ ശീതകാലം, ഉഷ്ണകാലം, വേനൽക്കാലം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ കാലങ്ങളും ഗതികളും നോക്കിച്ചോ നമ്മൾ പറയും, അയ്യോ ഇന്ന് തിങ്കളാഴ്ച, ഇന്ന് കല്യാണം നടത്തിയാൽ കുഴപ്പമില്ല, ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് നടത്തിയേക്കരുത്, പിന്നെ വെള്ളിയാഴ്ച സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തു പോയേക്കരുത്. ദീസ് ആർ ഓൾ കാലഗതികളെ ആശ്രയിച്ചിട്ട് കിരാതെ ചിന്തകളിൽ കൂടെ നമ്മൾ നടന്നിട്ട് അതെല്ലാം ദൈവത്തിൻ്റെ ആണെന്ന് പറഞ്ഞ് നമ്മൾ നടന്നത്. അതാണ് കാലഗതികളെയും ആകാശത്തിലെ എന്താ പറയുക അധികാരം. ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ദൈവം കുറച്ച് അധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു ആഴ്ച സൂര്യൻ വിചാരിക്കുകയാണ് ഞാൻ പ്രകാശിക്കുന്നില്ലെന്ന് വിചാരിച്ചു പോയെങ്കിൽ ഭൂമി തീർന്നു പോയി. പക്ഷെ ദൈവം അവയ്ക്കൊരു മാറ്റമില്ലാത്തൊരു നിയമം വെച്ചിരിക്കുകയാണ്, നീ കത്തിക്കൊണ്ടിരിക്കണം ജീവനോട്. കർത്താവ് സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അപ്പം ആകാശത്തിലെ അധികാരങ്ങൾ അത് ഈ ആവർത്തന പുസ്തകം, ഡ്യൂട്ടറോണമി ആവർത്തന പുസ്തകം 4:19 പറയുന്നുണ്ട്, ഈ ആകാശമണ്ഡലത്തിലുള്ള സൂര്യനെയോ ചന്ദ്രനെയോ ഞാൻ സൃഷ്ടിച്ച ഒന്നിനെയോ നീ മുൻപ് മുട്ടുമടക്കി വണങ്ങിപ്പോയത്, അത് ഞാൻ ജാതികൾക്ക് കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുക. അത് ജാതികൾക്കുള്ള, നമുക്കുള്ളതല്ല. സീ ദ ഡിഫറൻസ്. ക്യാൻ യു സീ ദ ചേഞ്ച് ആൻഡ് ദ ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ്? എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ. അനുസരണക്കേടെന്ന് പറഞ്ഞാൽ ദൈവാത്മാവില്ലാത്തവൻ അനുസരണക്കേടിലാണ് നടക്കുന്നത്. ആദം അവർ തെറ്റി പറ്റിയപ്പോൾ അവർ തെറ്റി തന്നെയാണ് ജീവിക്കുന്നത്. അവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ല. അതുകൊണ്ടാണല്ലോ പിന്നെ തലമുറ ഉണ്ടായപ്പോൾ ബാബേൽ ടവർ ഉണ്ടാക്കാൻ നോക്കി. ആറാം അധ്യായമായപ്പോഴേ ദൈവം തമ്പുരാൻ പറഞ്ഞു, അയ്യോ മനുഷ്യനെ സൃഷ്ടിച്ചത് കഷ്ടമായിപ്പോയെന്ന് ദുഃഖിച്ചെന്ന്. Why? Because when the spirit is not there, his spirit is paining. God the Father is crying. എനിക്ക് എൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ജനതയെ പിശാച് ആധിപത്യത്തിലാക്കിയിട്ട് എത്ര ശതമാനം സത്യദൈവത്തെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ. ആർക്ക് വചനം കേൾക്കണം? എല്ലാവർക്കും സുഖം, എല്ലാവർക്കും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശംസ കാണിക്കണം, എല്ലാവരും ഞാൻ മറ്റവരെക്കാൾ. അതൊന്നും തെറ്റല്ല. ദൈവാത്മാവ് വരുമ്പോൾ എന്നെ ദൈവം പുകഴ്ത്തുക, അത് ദൈവത്തിൻ്റെ വിശ്വസ്തത. അവൻ മാനിപ്പിക്കേണ്ടിയപ്പോൾ അവൻ മാനിപ്പിക്കാതെ തന്നെ ചെയ്യും. പക്ഷേ അത് ദൈവത്തെ മാറ്റി നിർത്തി വെച്ച് ചെയ്യുമ്പോഴേ അത് വിഗ്രഹമായി. നീ ആകാശത്തിൻ്റെ അധിപതി, ആകാശത്തിൻ്റെ ശക്തിക്ക് അടിമയായിട്ട് ജീവിക്കുന്നത് നിന്നെ അതിനകത്ത്. അതുകൊണ്ടാണ് വിഗ്രഹങ്ങളുടെ മുമ്പിൽ നീ മുട്ടും അടക്കരുത് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി. മനുഷ്യൻ ഈ ദൈവത്തിൻ്റെ ആത്മാവ് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ യോഹന്നാൻ വെളിപ്പാടിനകത്ത് യോഹന്നാൻ പോലും ദൂതൻ്റെ മുമ്പിൽ മുട്ടുമടയ്ക്കും. ഒരിക്കലും അരുത്, ഞാൻ ദൈവത്തിൻ്റെ ദൈവജനത്തിൻ്റെ ശുശ്രൂഷകനാണ്, എന്നെ മുട്ടുമടക്കരുന്ന് അങ്ങനെ വിലക്കിയ നമ്മൾ ഈ കാണുന്നതിനെല്ലാം മുട്ടുമടക്കി മറ്റതിൻ്റെ മുമ്പിലും മറിച്ചതിൻ്റെ മുമ്പിലും മുട്ടുമടക്കി നിന്ന് പ്രാർത്ഥിക്കുന്നത് ശരിയല്ലെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് വ്യക്തമായിട്ടും പറയുകയാണ്. മനസ്സിലാക്കണം. കർത്താൻ ആകാശത്തിൻ്റെ ഈ ശക്തികളുടെ പുറകെ നമ്മൾ പോകാൻ ഒക്കത്തില്ല. ദേ ആർ ഓൾ ദെയർ ജസ്റ്റ് ഫോർ ഡിറക്റ്റിംഗ് ദ ജെൻറ്റൈൽസ്. ജാതികൾക്കുണ്ട്. എന്നിട്ട് അനുസരണക്കേടിൻ്റെ ആ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്, അതെന്തുവാ? പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ദുരാത്മാവല്ലേ? അതിനടിമയായിട്ട് നീ ജീവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പത്തെ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിലും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത്, നിന്റെ ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ഈ ജഡത്തിൻ്റെ മനോവിചാരം എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, മനോവികാരം. ജഡചിന്ത, കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപം. ഈ ജഡചിന്ത വരുമ്പോഴാണ് ഞാൻ എനിക്ക് അതിനകത്ത് വരുമ്പം ഈ വികാരം വരുമ്പോഴാണ് കോപം, ക്രോധം, ഈർഷ്യ, പിന്നെ കൊലപാതകം, വ്യഭിചാരം, ഇതെല്ലാം ഇതിനകത്ത് വരും. വികാരങ്ങൾ നിയന്ത്രിക്കാൻ അറിയാൻ ഒക്കത്തില്ല. ബിക്കോസ് ദർ ഇസ് നോ സ്പിരിറ്റ് ടു കൺട്രോൾ. അതുകൊണ്ടാണ് ബസ്സിൽ പോകുമ്പം പിള്ളേരെ ഉപദ്രവിക്കുന്നു, ട്രെയിനിൽ പോകുമ്പം റേപ്പ് ചെയ്യുന്നു, വെള്ളത്തിൽ പോകുമ്പം കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ ചത്തുപോകുന്നു. These are things because there are these entities are there which is trying to destroy the children of God.
മനസ്സിലാക്കാതെ പോയ സങ്കടമല്ലേ ദൈവത്തിന്. നമ്മൾ ആര് പറയും എനിക്ക് വേണ്ടി എന്ന് ദൈവം ചോദിക്കുന്നുണ്ട്. ശരിയായി പറയുന്നുണ്ട്, ആര് പോകും? ഞാൻ ആത്മാവ് വിളിച്ചു പറയുന്ന അനേകർക്ക് വെളിച്ചമായി മാറുമെന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ആ വാക്യം ഈ വാക്യം നമ്മൾ എന്നും വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എനിക്ക് തന്നെയല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം ഈ വാക്യം, ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം എടുത്തിട്ട് വായിച്ചുകൊണ്ടിരിക്കണം. 2-ന്റെ 1 തൊട്ട് 10 വരെ. എന്നിട്ട് മക്കൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ, നമ്മൾ നിൻ്റെ അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന അരിശുദ്ധാത്മാവിൻ്റെ ഞങ്ങളുടെ മക്കളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിലോട്ട് ആകാൻ ആഗ്രഹമിട്ട് തരണേ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണം. അത് സത്യമെന്ത് അസത്യമെന്ത് എന്ന് ആർക്കും അറിയാൻ വയ്യാത്ത കാലമായി. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിട്ട് ഇന്നും യഹൂദന് യേശു എന്നുള്ള പേര് പോലും കേൾക്കുന്ന ഇഷ്ടമല്ല. യഹൂദന്മാർ പറയാം, ഒരു ഗമേ പറയും, ഞങ്ങളുടെ വീട്ടിലൊന്നും യേശു എന്നുള്ള പേര് പറയത്തില്ലെന്ന്. പിശാച് അവിടെ ജയമെടുത്ത് തോറ്റ് ദൈവത്തിൻ്റെ പ്രവർത്തനെ തോൽപ്പിച്ചെന്ന് പോലും ചിലപ്പം ചിന്തിച്ചു. അത്ര സങ്കടം. പിന്നെ ദൈവം പറയുന്നുണ്ട്, ഞാൻ അവരുടെ ഹൃദയം കഠിനമാക്കിയിട്ട് അവസാനം ഒരു ശേഷിപ്പ് ഞാൻ അവർ ഉണ്ടാക്കി അവനിൽ നിന്ന് ഒരു രക്ഷിതഗണം എടുക്കുമെന്ന് പറയുന്നുണ്ട്. ദീസ് ആർ തിങ്സ് പക്ഷെ അതൊന്നും നമുക്ക് ബാധകമല്ല. ഇപ്പം നമ്മൾ യേശുവിനെ കണ്ടവരാണ്. നമ്മൾ തലമുറയായിട്ട് അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിന് അനുകൂലമായി മാറിയ മക്കളാണ്. അത് നമ്മൾ ചോദിച്ച് വാങ്ങിച്ചു. അപ്പം ഞാൻ പറയുന്നത്, എനിക്കിപ്പോൾ എൻ്റെ ബാങ്കിൽ അല്ലെ നമ്മുടെ അമ്പയപ്പന്മാർ ബാങ്കിൽ കുറേ കാശിട്ടേച്ച് പോയിട്ട് അതിൻ്റെ പാസ്ബുക്കും ഇല്ല, അവിടെ ഉണ്ടെന്ന് അറിയത്തില്ലെങ്കിൽ എന്നെ പ്രയോജനമാണ്? വി വിൽ ലിവ് ലൈക്ക് ബെഗേഴ്സ്, പോപ്പേഴ്സ്. ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഇല്ലെങ്കിൽ ദൈവം ചേരുന്ന അനുഗ്രഹം എങ്ങനെ വാങ്ങിച്ചെടുക്കും? അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ നിൻ്റെ ആത്മാവിനെ അയച്ച് നമ്മുടെ തലമുറകളിലേക്ക് ഈ അനുസരണക്കേടിൻ്റെ ആത്മാവ്, ഈ ദുരാത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിൽക്കുന്ന അറസ്റ്റ് ചെയ്യവനെ അപ്പച്ച ഇടതുപോലെ നമുക്ക് ഒക്കും. ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ നമ്മളതിനെ കെട്ടിപ്പിടിച്ച് സൂക്ഷിച്ച് വീട്ടിനകത്ത് സൂക്ഷിക്കും. പ്രായമുള്ളവരെ നമുക്ക് ഒക്കത്തില്ല. പക്ഷെ നമുക്ക് ആത്മാവിൻ്റെ വചനം കൊണ്ട് വേലി കെട്ടാൻ ഒക്കും, തീമതിൽ കെട്ടാൻ ഒക്കും നമുക്ക്. ദൈവം വെളിപ്പാടിൻ്റെ 3:7 പറയുന്നുണ്ട്, ആവീതിൻ്റെ താക്കോലുണ്ട്, സത്യവാനും നീതിവാനുമായ ദൈവം എന്ന് കൽപ്പിക്കുകയാണ്, ഞാനൊരു വാതിൽ തുറന്നാൽ ആർക്കടയ്ക്കാൻ സാധിക്കും? ഞാൻ ഒരെണ്ണം അടച്ചാൽ ആരത് തുറക്കും? അപ്പച്ചൻ അടയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ദൈവത്തിന് ഇഷ്ടമില്ലാതെ വാതിലെല്ലാം കൊട്ടി അടയ്ക്കട്ടെ. കർത്താവിനപ്പൻ അങ്ങനെ തന്നെ ചെയ്യുന്ന, അടച്ചു മാറ്റിയിട്ട് നിൻ്റെ മക്കളെ ഞാൻ ഓടാമ്പൽ കൊണ്ട്, കർത്താവ് സാക്ഷിയാണ്, ഓടാമ്പൽ കൊണ്ട് അടച്ചിട്ട് നിൻ്റെ മുറിക്കകത്ത് ഞാൻ വന്ന് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുക പറഞ്ഞ ദൈവശബ്ദം കടന്നു വരുന്നു. ബാക്കി അടുത്ത ദിവസം എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധനായ ദൈവമേ, വാഴ്ചകളാലും അധികാരങ്ങളാലും ദൈവമേ പാപത്തിന് അടിമയായിട്ട് കഴിയുന്ന ഞങ്ങളോട് നിനക്ക് മനസ്സലിവെന്ന് കർത്താവ് നീ പറയുന്ന എഫേസിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും ഞങ്ങൾ മരിച്ചു കിടക്കുകയാണ്. അത് ഞങ്ങൾ അറിയുന്നില്ല. അതിൻ്റെ ഗ്രാവിറ്റി വലുതാപ്പിച്ച. എന്നാൽ നീ ഇന്ന് ഞങ്ങളെ വെളിപ്പെടുത്തി തരുന്നു. അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആ ദുരാത്മാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊടാനൊക്കത്തില്ല. മതി, അവരും തമ്മിൽ രണ്ടായിട്ട് മാറ്റണം. കിഴക്ക് പടിഞ്ഞാറ് അകലുന്നത് പോലെ ഒരു മാറിപ്പോണം. ഇന്ന് മുതൽ വിഭജനം സംഭവിക്കണം. രണ്ടായിട്ട് പിളർന്ന് മാറട്ടെ എന്ന് പറയും. പിളർന്ന് മാറിപ്പോട്ടെ. ദുഷ്ടൻ്റെ തന്ത്രങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കയറി കിഴക്ക് പടിഞ്ഞാറിനോട് അകന്നു പോകുന്നത് പോലെ നീ പറഞ്ഞിട്ടുണ്ട് സങ്കീർത്തനത്തിൽ 100 കിഴക്ക് പടിഞ്ഞാറിനോട് നിൻ്റെ പാപങ്ങളെ ഞാൻ മാറ്റിത്തരുമെന്ന്. അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ നിനക്ക് ഞങ്ങളോട് കരുണ തോന്നുമെന്ന്. ആ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ പിടിച്ചുകൊണ്ട് കയറി വരിക. ഇവർക്കോ ബോധമില്ല. പക്ഷേ ചെറുപ്പത്തിൻ്റെ ആയിരിക്കും, തലമുറകൾക്ക് അതിനെക്കുറിച്ചുള്ള വിവേകമില്ല. അത് പഠിക്കണമെന്നോ അറിയണമെന്നുള്ള തീഷ്ണതയോ ആത്മാവിൻ്റെ തീഷ്ണമോ വെളിച്ചമോ ജീവനോ ഇല്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് കോഴി ഒരു കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മുട്ട 21 ദിവസം എൻ്റെ ചിറകിൻ്റെ കീഴെ വെച്ച് വളർത്തിയെടുക്കുന്നത് പോലെ ഞങ്ങൾ നിന്നോട് പറയുക വെച്ചാൽ കുഞ്ഞുങ്ങളുടെ മേലെ എൻ്റെ ആത്മാവ് പ്രാപിച്ചു പോകത്തുള്ളൂ. 21 ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ അതിൻ്റെ മേൽ നടക്കണം. ഒരു പുതുസൃഷ്ടിയാക്കി മാറ്റണം. തലമുറകൾ ഞങ്ങളെക്കാട്ടിൽ ഉന്നതമായ വിധത്തിൽ ദൈവവചനം പറയുന്നത് ഞങ്ങൾ നോക്കിക്കണ്ട് നിൽക്കുന്നു. അങ്ങനെയാണല്ലോ അപ്പച്ചൻ്റെ ഉദ്ദേശം. അതല്ലേ അന്ത്യം. അത് നടക്കട്ടെ അപ്പച്ചൻ. അതുകൊണ്ട് ഈ കാണുന്ന പ്രയാസങ്ങളിൽ വഴിയിൽ വെച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നശിക്കാതിരിക്കാൻ ഞങ്ങൾ പുത്രനെ ചുംബിച്ചു കൊള്ളുന്നു. ദൈവമേ നിൻ്റെ സന്നിധി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, ഞങ്ങളുടെ സഹോദരിമാരെ, സഹോദരന്മാരെ, മാതാപിതാക്കളെ ആർക്കൊക്കെ രക്ഷ കിട്ടാത്തവരെല്ലാം നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് തരുന്നു. അപ്പച്ചൻ്റെ കൈ ഉയർത്തി അവരുടെ മേലെ, അപ്പച്ചൻ്റെ കൈ തൊട്ടവരെ മേൽ അനുഗ്രഹിക്കണം. നിൻ്റെ ചിറകിൻ്റെ കീഴിൽ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വെച്ച് തരുന്നു. നീ ആത്മാവിൽ അവരെ ബലപ്പെടുത്തി വളർത്തണമേ. വേലി ഉറപ്പിച്ച് തന്നാട്ടെ അപ്പച്ച.
കർത്താവേ, ഒരു കുറുക്കൻ അതിനകത്ത് കയറാത്തവണ്ണം വേലി കെട്ടണമേ. നാഥൻ അത് ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. വേലി കെട്ടി തീയുടെ മതിൽ കെട്ടിത്തന്ന് ദൂതന്മാരെ കാവൽ നിർത്തി കഴിഞ്ഞിരിക്കുന്നതിന് സ്തോത്രം. ദൈവം പറയുന്നത് നടക്കത്തുള്ളൂ. പക്ഷെ ആരിവിടെ പറയും? ഞങ്ങൾ ഈ ഭൂമിയെ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടും, ഭൂമിയിലഴിക്കുന്നത് സ്വർഗത്തിലായിരിക്കും. അതിനാൽ ഇന്ന് അപ്പച്ചൻ അത് ചെയ്തതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നെ ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.